പാലക്കാട്ട് കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ടാണോ പത്തനംതിട്ട ഇയാൾ ഇറക്കുമതി ചെയ്ത്? അയാളോട് താല്പര്യമുള്ളതുകൊണ്ടാണ്. പക്ഷേ അയാളുടെ കയ്യിലിരിപ്പ് ഇതാണ് എന്ന് ഇവർക്ക് നേരത്തെ അറിയാം. ഇപ്പൊ നാട്ടുകാർക്ക് മനസ്സിലായി. ഒരു പാർട്ടിയും എടുക്കാത്ത തരത്തിലൊരു നിലപാടെടുത്തിട്ട് അതിനെ പ്രശംസിക്കുന്നതിന് പകരം ബഹുമാനായ ശ്രീ ജയശങ്കർ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്ത സമീപനം ആരെയോ പക്ഷം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല കൂടി രാഹുലിനെ കൊണ്ട് ജയശങ്കർ പറയല്ലേ, നിങ്ങളുടെ വനിതാ നേതാക്കളടക്കം ഈ MLA മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അത് പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷനിലേക്ക് ചുരുങ്ങിയതെന്നാണെന്ന്. അതെന്താ രാമനാഥന്റെ കാര്യത്തിൽ സംഘം ഇത്ര താല്പര്യം? അങ്ങനെയൊന്നുമില്ല. രാമനാഥൻ എന്റെ ആരാ? പറയുമ്പോ എല്ലാം പറയണല്ലോ. അതെ, പറയുമ്പോ എല്ലാം പറയണം. അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുമെന്നല്ല കോൺഗ്രസ് പറയുന്നത്. ഇതിനേക്കാൾ ഗൗരവമേറിയത് വന്നാൽ, ഗൗരവം ഇതിനേക്കാൾ വലുത് വന്നാൽ വലുതായി തന്നെ അതിനെ കാണാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓഹോ, അപ്പൊ നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? ഇങ്ങനെ തീരുമാനിക്കാൻ കോൺഗ്രസിനെ കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. 10-40 കൊല്ലമായി മാധ്യമരംഗത്തെ അധികായനായി നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ പറയേണ്ടത്, ശ്ലാഘിക്കേണ്ടത്. കണ്ടോ കോൺഗ്രസ് എടുത്ത തീരുമാനം? കണ്ടോ കോൺഗ്രസ് എടുത്ത വ്യത്യസ്തമായ അഭിപ്രായം? കണ്ടോ മാറ്റി നിർത്തുന്നത്? കണ്ടോ സംരക്ഷിക്കാത്തത്? കണ്ടോ പാർട്ടി കോടതി കൂടാത്തത്? ഞങ്ങളല്ല പറയേണ്ടത്, ജനങ്ങളാണ്. ജനങ്ങൾ അത് പറയുമോ എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള ചോദ്യമുള്ളൂ. ഷഫീർ, ശ്രീ ഷഫീർ പറയുന്നത് പോലെ നമ്മളൊക്കെ സംസാരിക്കേണ്ടതും പ്രശംസിക്കേണ്ടതും അത് ഏറ്റവും വലിയ തീരുമാനമാണെന്ന് ശ്ലാഘിക്കേണ്ടതുമാണോ? ഇവിടെ ഇപ്പോ എന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ സഹാറ മരുഭൂമിയിൽ കൊണ്ട് ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ കല്ല് കെട്ടി താത്തണമെന്നും നമ്മളാരും ആവശ്യപ്പെട്ടതാണ്. കേരളത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന സർക്കാരിനോട് LDF-നോടുള്ള വിപ്രതിപത്തിയുണ്ട്, വിയോജിപ്പുണ്ട്, ആന്റി ഇൻകംബൻസി എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനമുണ്ട്. ആ അന്തരീക്ഷം നഷ്ടപ്പെടും. അതും ശരിയാ. CPM-ന്റെ അതിഭയങ്കരമായ പ്രചരണ സംവിധാനത്തിൽ നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ആളുകൾ ഇവരൊക്കെ യോഗ്യന്മാരായിട്ട് നടക്കുമെങ്കിലും ഇവരുടെ കയ്യിലിരിപ്പ് ഇതാണ്. ഇവർ ഇന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ചെയ്തത്, ഇന്ന പാർലമെന്റ് മെമ്പറുടെ മകളോട് ഇങ്ങനെയാണ് ചെയ്തത്, ഇന്ന ആളുടെ ഭാര്യയോട് ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പ്രചരിപ്പിക്കും. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. ഇങ്ങനെ ഒരു ജന്മം. അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ഏത് കാലത്തും കോൺഗ്രസിൽ വോട്ട് ചെയ്തതിൽ വലിയൊരു വിഭാഗം സ്ത്രീകളാണ്. അവരുടെ വോട്ട് എങ്ങോട്ട് പോകും? ഏതായാലും അത് കൈപ്പത്തിയിലേക്ക് പോയിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. അത് മുസ്ലിം ലീഗിന്റെ കോട്ടയായ കുറ്റിപ്പുറത്ത് സാധാരണ ഇതിലെ UDF-ന് കിട്ടുന്നതിന്റെ പകുതി വോട്ട് LDF-ന് കിട്ടാത്ത സ്ഥലത്ത് KT ജലീൽ എങ്ങനെ ജയിച്ച? അത് ഐസ്ക്രീം പാർലറിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ എന്റെ നാക്കിന്റെ ബലമാണ്. ഇത് രാഷ്ട്രീയമാണ്. ഷഫീറിന് ഇത് മനസ്സിലാകാനായിട്ടൊന്നുമില്ല. അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം ഇപ്പൊ കോൺഗ്രസ് വക്താവായിട്ട് വന്നുകൊണ്ട് ഈ യാഥാർത്ഥ്യം മറച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് ഇപ്പൊ പാലക്കാട്ട് കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ടാണോ പത്തനംതിട്ട ഇയാൾ ഇറക്കുമതി ചെയ്ത്? അയാളോട് താല്പര്യമുള്ളതുകൊണ്ടാണ്. പക്ഷേ അയാളുടെ കയ്യിലിരിപ്പ് ഇതാണ് എന്ന് ഇവർക്ക് നേരത്തെ അറിയാം. ഇപ്പൊ നാട്ടുകാർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് രാജിവെക്കണം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് സതീശന് പ്രതിപക്ഷ നേതാവിന്റെ അധികാരം ഉപയോഗിച്ച് ഒരു MLA-യോട് രാജിവെക്കാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. ആ തീരുമാനം എടുക്കാൻ രാഹുലിന് മാത്രമേ പറ്റുള്ളൂ. ഞാൻ പോവില്ല. രാഹുൽ രാജിവെക്കുകയില്ല എന്ന് ഉറപ്പായതുകൊണ്ട് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. അരിയല്ല, ഗോതമ്പും ചോളവും കഴിക്കുന്ന ആളുകൾ വരെ മനസ്സിലാവും എന്താ സംഭവത്തില്ല. എന്നെ വെറും പൊട്ടനാക്കല്ലേ. ഞാൻ ഒരു കാര്യം കൂടി പറയാം ഷഫീറിനോട്. ഈ അഭിപ്രായം പറഞ്ഞ ഈ വനിതാ നേതാക്കളെ കുറിച്ച് ഇന്ന് നിങ്ങളുടെ സൈബർ ഗുണ്ടകൾ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണെന്ന് അറിയാമോ? ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ. എന്ത് സത്യം? എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ കോൺഗ്രസ് സംസ്കാരം? ഇതൊക്കെ നാട്ടുകാർ കണ്ടോണ്ടിരിക്കല്ലേ? അഭിപ്രായം ഏഷ്യാനെറ്റ് കാണുന്നവർ മാത്രമല്ല, ലോകത്തുള്ള ആളുകൾ മുഴുവൻ കണ്ടോണ്ടിരിക്കുകയാണ് ഇവര് സൈബർ സ്പേസിൽ എഴുതിയിരുന്ന സാഹിത്യം. കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് ഷാനിമോൾ ഉസ്മാനോ ലാലി വെൻസെന്റിനും ആക്ഷേപിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് പുലഭ്യം പറഞ്ഞതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം ഇല്ലാതാവുമൊന്നുമില്ല. എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ള ഇതാണ്, ഈ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കാത്തത് നിങ്ങൾ ദൗർബല്യമായിട്ട് കണക്കാക്കുന്നതിന് പകരം അതിന്റെ പുറത്ത് വീരസ്യം പറയുന്നത് വളരെ മോശമാണ്. ഇത് കാണുന്ന ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് വെറും പൊട്ടന്മാരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോ ലോകത്തെ ഏറ്റവും സന്തുഷ്ടനായ ആളായിരുന്നല്ലോ പിണറായി വിജയൻ. വെക്കൂ രാജി എന്ന് മാർസിശ്ശേരി വിളിക്കുമ്പോ കർത്താവേ വെക്കല്ല രാജി എന്നാണ് അവരുടെ ഉള്ളു പറഞ്ഞിരുന്നത്. സ്വാഭാവികം. ഈ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കാതിരിക്കേണ്ടത് CPM-ന്റെ ആവശ്യമാണ്, ഇടതുമുന്നണിയുടെ ആവശ്യമാണ്. കാരണം ഇങ്ങനെ ഒരാൾ അവിടെ ഉള്ളതാണ്. രാജിവെക്കാതെ MLA സ്ഥാനത്ത് കടിച്ചു തൂങ്ങി കിടക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുമോ എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എന്നതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കില്ല എന്ന് തന്നെ കരുതിക്കോളൂ എന്നുള്ളതാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഈ സ്ക്രോള് ഞാൻ പറഞ്ഞതിന് വിരുദ്ധമാണ്. പറഞ്ഞതിന് വിരുദ്ധമല്ല, ആദ്യം പറഞ്ഞത് തന്നെയാണ്. വേണമെങ്കിൽ പിൻവലിക്കാം. ഞാൻ ക്ലാരിഫൈ ചെയ്തതാണ്, ഞാൻ ആഡ് ചെയ്തതാണ്.
ഞാൻ കുറച്ചുകൂടി ജസ്റ്റിഫൈ ചെയ്ത് അപ്പോൾ പറഞ്ഞതാണ്. ഷഫീർ അത് എന്റെ പിൻവാങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് പറയേണ്ട ഞാനല്ല. വലിക്കാം. അത് പറയേണ്ട ഞാനല്ല. നല്ല കടിച്ചോടാ ചോദിച്ചത്. BRM ഷമീറിന്റെ മണ്ടയിൽ കുത്തിക്കറ്റണ്ട. അല്ല ആവേശപ്പെട്ട് പറയാത്തൊരു കാര്യം പറയാൻ അവകാശമില്ലാത്ത ഒരാൾ പറഞ്ഞു എന്ന് വരുത്തണ്ട. അല്ല വരുത്തിയതല്ല, അവര് പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പറയാൻ പ്രതിപക്ഷ നേതാവുണ്ട്, അത് പറയാൻ KPCC അധ്യക്ഷനുണ്ട്, അതിന് മുകളിൽ നേതാക്കന്മാരുണ്ട്, ഹൈക്കമാൻഡുണ്ട്. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? എനിക്ക് മനസ്സിലാവാത്തത് ഒരു ആരോപണവും ഇല്ലാതെ, ഒരു തെളിവുമില്ലാതെ, ഒരു പരാതിയുമില്ലാതെ നിങ്ങൾ എന്തിനാണ് ഇത്ര റിസ്ക് ഉള്ള തീരുമാനം അത് എടുക്കുന്നത്? കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കോൺഗ്രസ് അതിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം. ഒരു ഇല്ലാത്ത പരാതിയുടെ പേരിൽ നിങ്ങൾ പറയുന്നത് പോലെ വളരെ സിമ്പിളായ വിഷയമാണെങ്കിൽ പോലും കോൺഗ്രസ് സഹോദരിമാരുടെ മാനത്തിന് കൊടുക്കുന്ന വില എന്താണ്? സ്ത്രീകളോട് കാണിക്കേണ്ട പെരുമാറ്റം എന്താണ്? സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്? അതായത് കാണിക്കുന്നത് ഇത് ട്രെയിലർ മാത്രമാണ്, ഇനി വരാനുള്ളത് ഇതിനേക്കാൾ വലുതാണ്. ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എടുത്തു, ഇപ്പൊ സസ്പെൻഡ് ചെയ്തു. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? രാജി വെക്കുമ്പോൾ പോലും അയാളുടെ രാജി വെക്കാൻ ആവശ്യപ്പെട്ടുവെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് വന്നിട്ട് ആര് പറഞ്ഞു ഞാൻ രാജി വെക്കുന്നുവെന്ന്? ഞാൻ ഇപ്പോഴും രാജി വെച്ചിട്ടില്ല. 1:20 22 1:29 1:30 ഞാൻ രാജി വെച്ചിരിക്കുന്നു. ഇത്രയും അഹങ്കാരത്തോടെ പറയാൻ ആ മാനസികാവസ്ഥയിലും അയാൾക്ക് കഴിയുമെങ്കിൽ അയാൾ സാധാരണക്കാരുടെ അല്ല. இப்படி ஒரு புத்திசாலி MLA-வை நான் உலகத்துல பார்த்ததே இல்லடா. ஆஹா, என்ன அறிவு, என்ன அழகு. PK ശശി MLA ആയിരിക്കുമ്പോൾ ഇതുപോലെ ആരോപണം ഉയർന്നിരുന്നു. പരാതിക്കാരി DYFIയുടെ വനിതാ നേതാവായിരുന്നു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഞങ്ങളുടെ കയ്യിൽ ഒരു കമ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ഇത് വെച്ചങ്ങ് നിങ്ങളങ്ങ് പൂശിക്കളയും എന്ന രീതിയിലേക്കൊന്നും പെരുമാറരുത്. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കണ്ട. നിങ്ങളുടെ ചോദ്യം ഭീഷണിപ്പെടുത്തലല്ല. അങ്ങനെ ഭീഷണിക്കൊന്നും വഴങ്ങുന്നവരല്ല ഞങ്ങള്. അത് കയ്യിൽ വെച്ചാൽ മതി. പണിക്കര് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലേ? പിന്നെ അത് അങ്ങാടിപ്പാട്ടല്ലേ. ശശി പണിക്കർ, ഈ ചോദ്യത്തിന് ഉത്തരവില്ലാത്തപ്പോഴുള്ള രോഷപ്രകടനമായിരുന്നു ഇത്. ഇതുപോലെയുള്ള ഇവരുടെ നടപടികളാണോ ശ്രീ ഷഫീർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഞങ്ങൾ വ്യത്യസ്തമായി നടപടിയെടുത്തു എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നു? ഒരു വിവരമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സത്യത്തിൽ എന്തു പറയണം, എങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് പാർട്ടി എന്നാണ് ഇന്നത്തേതടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ചാനൽ ചർച്ചകളെല്ലാം തന്നെ തെളിയിക്കുന്നത്. കാരണം പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായം പറയേണ്ട ആൾക്കാരാണ് പാർട്ടി വക്താക്കൾ. അവർക്ക് പോലും എന്താണ് ഈ വിഷയത്തിൽ പറയേണ്ടത് എന്ന കാര്യത്തിൽ നിശ്ചയമില്ല. അതാണ് കുഴപ്പം. ഇപ്പൊ രാഹുലിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് ഒരു കാലാവസ്ഥാ പ്രവചനമാണ് ഒടുക്കം ശ്രീ ഷഫീർ പോലും ഈ ചർച്ചയിൽ പറഞ്ഞൊപ്പിച്ചത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്നയാളാണ്. പക്ഷെ അദ്ദേഹത്തിനും ആ ഒരു ആശയക്കുഴപ്പം ഇവിടെ ഉണ്ടായി എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം അത് നിഷേധിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. രാഹുൽ തെറ്റുകാരനാണ് എന്ന പ്രാഥമികമായിട്ടുള്ള ബോധ്യം കോൺഗ്രസിനും കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും ഈ ന്യായീകരിക്കാൻ വരുന്ന വക്താക്കൾക്കും ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആട്ടോ തട്ടിയിട്ട് സൂപ്പർ ഫാസ്റ്റ് കയറി എന്ന് പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വളരെ പ്രബലമായ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും നേതാക്കന്മാരുടെ കൂടി ചേർന്ന് ഇതുപോലെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പാർട്ടിയും എടുക്കാത്ത തരത്തിലൊരു നിലപാടെടുത്തിട്ട് അതിനെ പ്രശംസിക്കുന്നതിന് പകരം നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ബഹുമാനായ ശ്രീ ജയശങ്കർ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്ത സമീപനം വളരെയധികം ബോധപൂർവം ആരെയോ പക്ഷം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല കൂടി രാഹുലിനെ കൊണ്ട് ജയശങ്കർ സാർ പറയല്ലേ? ഞങ്ങളൊക്കെ മെസ്സേജ് അയക്കുന്നു, അത് കോപ്പി ചെയ്ത് അദ്ദേഹം മറ്റുള്ളവർക്ക് അയക്കുന്നു. സത്യത്തിൽ ഈ സതീശനെയും സണ്ണി ജോസഫിനെയും ഞാൻ ശ്ലാഘിക്കുമായിരുന്നു. എങ്ങനെയായിരുന്നു അറിയാമോ? ഞങ്ങൾ രാഹുലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു, അയാൾ രാജിവെക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് തുറന്നു പറഞ്ഞാൽ മതി. സതീശനെ കൊണ്ട് ഇയാളെ രാജിവെക്കാൻ പറ്റില്ല. സതീശൻ പറഞ്ഞാലും ചെന്നിത്തല പറഞ്ഞാലും മല്ലികാർജുന ഖാർഗെ പറഞ്ഞാലും രാജിവെക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഈ കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുള്ളൂ. നീയേ കുറെ നാളായി കഥനയായിട്ട് നടക്കണേ.